ഡിപ്രഷനെക്കുറിച്ച് നടി കൃഷ്ണപ്രഭ നടത്തിയ പരാമർശങ്ങൾ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോഴത്തെ നടിയുടെ പരിഹാസ പരാമർശങ്ങൾക്കെതിരെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നടിയും അവതാരകയുമായ ജുവൽ മേരി. ക്യാൻസറിനോടും വിവാഹമോചനത്തോടും ഒരേ സമയം പൊരുതി കടുത്ത മാനസിക തകർച്ചയിൽ നിന്ന് ജീവിതം തിരിച്ചുപിടിച്ച വ്യക്തിയാണ് ജുവൽ മേരി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ പട്ടിണിയില്ല എന്ന് കരുതി മറ്റൊരാളുടെ വീട്ടിൽ പട്ടിണി അനുഭവിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ അതൊരു തമാശയല്ല. നമുക്കറിയാത്ത ജീവിതങ്ങൾ ഒരു തമാശയല്ല. മാനസികാരോഗ്യം തമാശയല്ല. അതിനെ നിസ്സാരവൽക്കരിച്ച് ചിരിക്കുന്നത് വളരെ ആരോഗ്യപരമായ മാനസികാവസ്ഥയായി എനിക്ക് തോന്നുന്നുമില്ല. മനുഷ്യരുടെ ഇടയിൽ ഇപ്പോഴും ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നുവെന്ന് കാണുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നുന്നു. പല മനുഷ്യരും അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതിഭീകരമായ മാനസികാവസ്ഥകളിലൂടെ കടന്നുപോകുന്ന ആളുകളുണ്ട്. പണിയില്ലാതെ ചുമ്മാ ഇരിക്കുന്നവർക്കാണ് ഡിപ്രഷൻ വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. ഇന്ന് ഞാനൊരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട്. ലോക പ്രശസ്തനായ ഒളിമ്പ്യൻ നീന്തൽക്കാരൻ മൈക്കിൾ ഫെൽപ്സ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഡിപ്രഷനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പണിയില്ലാത്തതുകൊണ്ടാണോ? ലോക പ്രശസ്തനായ ഒരു സ്പോർട്സ്മാനാണ് അദ്ദേഹം. പണിയില്ലാത്തവർക്ക് വരുന്ന അസുഖമാണോ ഇത്? ഇതിനെല്ലാം ഇടയിൽ പല കാര്യങ്ങൾ കൊണ്ട് മനസ്സിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ പല മനുഷ്യരും പല തരത്തിലുള്ള ലക്ഷണങ്ങൾ, വേദന, മരവിപ്പ് തുടങ്ങി പല തരത്തിലുള്ള അനുഭവങ്ങളോടെ കടന്നു പോകാറുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ആളുകൾ ഇതൊക്കെ തുറന്നു പറയാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിപ്പോൾ കേട്ടു തുടങ്ങിയത്. വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്റ്റിഗ്മയിൽ നിന്ന് സമൂഹം പുറത്തു വന്ന് മാനസികാരോഗ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മനസ്സിലാക്കി അതിനെതിരെ യുദ്ധം ചെയ്യാനും കെയർ എടുക്കാനും സംസാരിക്കാനും തുടങ്ങിയിട്ട്. ദയവ് ചെയ്ത് അത്തരം ആളുകളെ നിരുത്സാഹപ്പെടുത്തരുത്, അവരെ ഒറ്റപ്പെടുത്തരുത്. നമ്മളിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പ്രിവിലേജുള്ള ആളുകളാണെങ്കിൽ ആ പ്രിവിലേജിനെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കൂ. മറ്റു മനുഷ്യരുടെ ജീവിതാവസ്ഥകളെയും വേദനകളെയും ക്യാൻസൽ ചെയ്യാതെ സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കുക, അവരെ പിന്തുണയ്ക്കുക. എല്ലാ മനുഷ്യർക്കും സഹാനുഭൂതി എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ജുവൽ മേരി പറഞ്ഞത്.